പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കാലത്തിനൊത്ത് കോലം കെട്ടണമെന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓർക്കാൻ കാരണം, ഞങ്ങളുടെ ഒരു ബന്ധു, ഞങ്ങൾ ഒന്നിച്ചൊരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ, ഒരു കല്യാണത്തിന് കണ്ടപ്പോൾ, ഒരു പെൺകുട്ടി സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ചൂട് കാലല്ലേ. സ്ലീവ്ലെസ് ബ്ലൗസും നല്ലൊരു സ്ലീവ്ലെസ് ടോപ്പ് ഇട്ടിട്ട് പിന്നെ ആ കുട്ടി കല്യാണത്തിന് വന്നു. അപ്പൊ ഇവര് പറയാണ്, അയ്യോ എന്താണ് എന്റെ തൊലി ഉരിഞ്ഞു പോന്ന് കണ്ടിട്ട്, അവളുടെ കൈയൊക്കെ അല്ല കാണുന്നതെന്ന്. ഞാൻ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നല്ല ഭംഗിയുണ്ടല്ലോ, എന്നാ പിന്നെ നിങ്ങളും കൂടെ ഇട്ടോളൂ സ്ലീവ്ലെസ് എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇടുമായിരുന്നു, പക്ഷെ പിന്നെ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തതെന്ന്. അപ്പൊ നമ്മൾ എന്താണ്, വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ചോയ്സ് ആണ് അല്ലെ. അതിൽ മറ്റുള്ളവർ എന്തിനാ ഇടപെടേണ്ട ആവശ്യം? അപ്പൊ നമ്മള് ഒരാളെ കണ്ടാൽ ആദ്യം എന്താ നോക്കുന്നത്? അവരുടെ വസ്ത്രധാരണമാണോ, അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വമാണോ, എന്താ നമ്മൾ നോക്കുന്നത്? നമ്മൾ ആദ്യം വസ്ത്രധാരണ നോക്കുക അല്ലെ. ആരെ കണ്ടാലും ആദ്യം, ഞാൻ അങ്ങനെയാ നോക്കുക, ആദ്യം അവരെ കണ്ടാൽ നമ്മളെ മനസ്സിലുണ്ടാവുന്ന മതിപ്പ്. അതൊരു സൂട്ടും കോട്ടും ഒന്നും ഇടണമെന്നില്ല കേട്ടോ. സൂട്ടും കോട്ടും ഇട്ടുകൊണ്ട് മാത്രമാണ് ഒരാള് മഹാനാവുമൊന്നുമില്ല. അല്ലെങ്കിൽ നല്ല സിൽക്ക് സാരി ഉടുത്തോണ്ടൊന്നും ആരും മഹാനാവുന്നില്ല. നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് വസ്ത്രധാരണത്തിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ സൂട്ടും കോട്ടും ഇട്ടാല് മാന്യൻ, അല്ലാത്തവര് മോശക്കാര്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വൃത്തിയായ വേഷം ധരിക്കണം അല്ലെ. നമ്മൾ ഇടുന്ന വസ്ത്രം നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം. ഞാനൊക്കെ വസ്ത്രധാരണം നടത്തുന്നത് എനിക്ക് വേണ്ടിയാണ്, എന്നെ തൃപ്തിപ്പെടുത്താനാണ്, അല്ലെങ്കിൽ എന്നെ തന്നെ തൃപ്തിപ്പെടുത്താനാണ്, എൻ്റെ ഇഷ്ടം സബലീകൃതമാക്കാനാണ് ഞാൻ വസ്ത്രം ഇടുന്നത്. ഞാൻ വസ്ത്രധാരണത്തിൽ ചെറുപ്പം മുതൽക്ക്, അത് എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്. ചെറുപ്പം മുതൽക്ക് തന്നെ എല്ലാം മാച്ച് ചെയ്തത് അമ്മയുടെ. സ്വർണം ഞങ്ങൾ ധരിക്കാറില്ല. അച്ഛൻ്റെ ഒരു പോളിസി ആയിരുന്നു. പെൺകുട്ടികൾ എന്തിനാണ് സ്വർണം ഇടുന്നത്, അവരുടെ സ്വഭാവമാണ് അവരുടെ അലങ്കാരം എന്ന് അച്ഛൻ പറയാറുണ്ട്. അങ്ങനെ ഞാനൊക്കെ 7ാം ക്ലാസ്സിലാണ് കുറെ കരഞ്ഞ് കരഞ്ഞിട്ടാണ് എൻ്റെ കാത് കുത്തി തന്നത്. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ കാതിന് ശരിക്കുള്ള ദ്വാരം ഇല്ല. കാരണം കുറെ വൈകിട്ടാണ് കാത് കുത്തിയത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും പല കമ്മലും എൻ്റെ കാതിൻ്റെ അകത്ത് കേറൂല. അതാണ് അവസ്ഥ. അപ്പൊ അന്നും അമ്മ എങ്ങനെയാ വെച്ചാൽ, ഞങ്ങളൊരു ഉടുപ്പാണെങ്കിൽ ഒരു പിങ്ക് ഡ്രസ്സാണ് ഇടുന്നെങ്കിൽ ഒരു പിങ്ക് മാല, അങ്ങനെയൊക്കെയാണ് അണിയിക്കുക. പിങ്ക് റിബണ്, പിങ്ക് ബോ, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ അമ്മ തന്ന ആ ഒരു അഭിരുചിയാണ് എനിക്കിപ്പോഴും ഉള്ളത്. ഇപ്പോഴും ഞാൻ മാച്ച് ചെയ്യാണ്ട് ഒന്നും ഇടൂല. സ്വർണം വളരെ വിരളായിട്ടേ ഞാൻ ഇടാറുള്ളൂ. പക്ഷെ അല്ലാണ്ട് തന്നെ ആക്സസറീസ് ഒക്കെ ഞാൻ മാച്ച് ചെയ്തത് ഇടും. അപ്പൊ അത് ഇന്നിപ്പോ സ്വർണ്ണമൊന്നല്ല ഫാഷൻ അല്ലേ. ഇന്നിപ്പോ ഫാഷൻ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല രസല്ലേ ആളുകൾ, പെൺകുട്ടികളോ സ്ത്രീകളൊക്കെ. പിന്നെ പ്രായമൊന്നുമില്ല. ഷീലാമ്മയൊക്കെ എത്ര വലിയ വലിയ മാലകളൊക്കെ ഇട്ടിട്ട് നമുക്ക് സന്തോഷമേ തോന്നുള്ളൂ അല്ലേ. പിന്നെ സിനിമാ നടികളാവട്ടെ, പിന്നെ കോളേജ് കുമാരികള്, പ്രായമായവരൊക്കെ നല്ല സാരി, അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടും. അപ്പൊ നമുക്കിപ്പോ എന്താണ്, കാലം മാറുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോലം മാറണം. കാലം മാറുമ്പോ പണ്ടുള്ള ഭക്ഷണമാണോ നമ്മളിപ്പോ കഴിക്കുന്നത്? കാലം മാറുമ്പോ ഭക്ഷണം മാറും, അതുപോലെ നമ്മുടെ വീട് മാറും, ജീവിത രീതി മാറും, പിന്നെ വസ്ത്രവും മാറണ്ടേ. എന്നും ഒരേപോലെ നടക്കാൻ പറ്റുമോ നമുക്ക്? അപ്പൊ പഴയ ചിന്തകളിൽ കുരുങ്ങി കിടക്കാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് അവര് വസ്ത്രം ധരിച്ചോട്ടെ എന്ന് വിചാരിച്ചാ പോരെ. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നില്ലേ, ഇഷ്ടമുള്ള പുസ്തകം വായിക്കുന്നു, ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുന്നു, ഇഷ്ടമുള്ള വസ്ത്രവും അവർ ധരിക്കട്ടെ. ശരീരം മറയ്ക്കുന്ന ഒരു തുണി മാത്രമല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ, ഒരാളെ വസ്ത്രം എന്ന് പറഞ്ഞാല് അതിന്റെ വിലയല്ല, ഒരു വ്യക്തിത്വത്തിനെ നമ്മൾ വിളിച്ചോതുന്നതാണ് അവരുടെ വസ്ത്രധാരണം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ അറിയുന്ന ഒരു പ്രൊഫസർ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും ഇടയ്ക്ക്. അയാൾ എന്തൊക്കെയോ പൊസിഷനൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ഒരു 10-20 കൊല്ലം മുൻപുള്ള ഷർട്ട് അയലുമ്മേൽ ആറിട്ടത് അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അതിടുന്നു. ഒരു മുണ്ട് അയലുമെന്ന് വലിച്ചെടുത്തിട്ട് ഉടുത്തിട്ട് പരിപാടികൾക്ക് മീറ്റിങ്ങിനൊക്കെ വരും. അപ്പൊ അതിശയപ്പെടും. അതേസമയം അദ്ദേഹത്തിന്റെ ഫോട്ടോ സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ടാണ് ഫോട്ടോ. പിന്നെ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പരിപാടിക്ക് വിളിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം വലിയ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ കോട്ട് ഇട്ട ആൾ ഈ സ്റ്റേജിൽ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ, അങ്ങേ അറ്റത്തിരിക്കുന്നില്ല അയാളാണ്. അയ്യോ, അദ്ദേഹം ഷർട്ട് ഒന്ന് ഇസ്തിരി ഇടൂലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ
ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ, അതാണ്. പക്ഷെ ആ ഇസ്തിരി ഇട്ടിട്ടില്ലെങ്കിലും അതൊരു ഒരു പരുത്തി കൊണ്ടുള്ള വൃത്തിയുള്ളൊരു വേഷാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു നരച്ച കുപ്പായം ഒരു വലിയ സ്റ്റേജിൽ ഇടുന്നതിൽ ഒരു അനൗചിത്യം ഉണ്ട് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. വസ്ത്രത്തിന്റെ വിലയൊന്നും അവിടെ പ്രശ്നമല്ല. നല്ല വേഷം ധരിക്കുക. ഇപ്പൊ മെയ്ഡൊക്കെ ഞങ്ങളെ വീട്ടിലൊക്കെ ഉള്ള വരുന്ന മെയ്ഡൊക്കെ എന്ത് ഭംഗിയായിട്ടാ വരിക എന്നറിയാം. അവള് ജോലിക്ക് പോ, അത് അവളെ ജോലിയാണ്. മെയ്ഡാണെങ്കിൽ എന്താ, അടുക്കളപ്പണിയാണെങ്കിലും അവൾ നല്ല വേഷം ധരിച്ചിട്ട് മാച്ച് ചെയ്യുന്ന ചൂടിദാർ, മാച്ച് ചെയ്യുന്ന ഇതൊക്കെ ഇട്ടിട്ടാ വരിക. നമ്മള് മോശപ്പെട്ട രീതിയിൽ നടക്കൂല. എല്ലാവരും അങ്ങനെ. മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ പോലെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ മെയ്ഡ്. അവരും നന്നായിട്ട് നടന്നിട്ട്, അപ്പൊ ആരാ ജോലിക്കാരി ആരാ വീട്ടുകാരാരാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് അത്ര നന്നായിട്ടാണ് വീട്ടുജോലി ചെയ്യുന്നവർ പോലും നടക്കുന്നത്. ഈവൻ അടിച്ചു വാരുന്ന ആളുകൾ വരെ നല്ല വേഷമാണ് ഇടുന്നത്. കാരണം അത് അവരുടെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രകാശനമാണ് അല്ലെ. അപ്പൊ വസ്ത്രം നോക്കി നമ്മൾ മനുഷ്യനെ വിലയിരുത്തരുത്. അവര് അവരിപ്പോ മോഡേൺ ആണ് എന്നായിരിക്കും, മോഡേൺ ഡ്രസ് ഇട്ട് ക്യാരക്ടർ മോശമാണെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. അപ്പൊ അത് ആ സ്വഭാവവും ഇത് ഒരുമിച്ച് വേണം. സ്റ്റൈലിഷ് ആയ ഡ്രസ്സ് നടക്കുന്ന ആളുകള് ഇറസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ക്യാരക്ടറിനാണ് പ്രാധാന്യം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ വസ്ത്രധാരണ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വസ്ത്രധാരണത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പൊ കേരളത്തില് ഏറ്റവും അധികം പണം ഒഴുകുന്നത് എന്തിനാന്നറിയോ? വസ്ത്രം വാങ്ങാനാണ്. നമ്മളൊന്ന് ഒരുക്കിയിട്ട ഡ്രസ്സ് ഇടാൻ സമയം കിട്ടുന്നില്ല. അപ്പം ഞാനൊക്കെ ഒരു കല്യാണത്തിന് ഇട്ടാ തന്നെ എത്രയോ കല്യാണത്തിന് ഇടും കേട്ടോ സാരികള്, സിൽക്ക് സാരിയൊക്കെ. പക്ഷെ അധികം ആൾക്കാരും ഇന്ന് ഈ സിൽക്ക് സാരീനെ കവച്ചു വെക്കുന്ന അതിന്റെ കോപ്പികളുണ്ട്. അതൊക്കെ വാങ്ങാൻ അധികം പൈസ ഇല്ല. 500 റുപ്യ കൊടുത്താൽ നല്ല സാരി കിട്ടും ഇപ്പൊ അങ്ങനത്തെയൊക്കെ. അപ്പൊ എന്നാലും അവര് നന്നായി വേഷം ധരിച്ചിട്ടാണ് കല്യാണത്തിനൊക്കെ സ്ത്രീകൾ വരുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ പരിപാടിക്ക് പോകുമ്പം പിന്നെ സ്റ്റേജിൽ ഇരുന്ന് അങ്ങോട്ട് സ്ത്രീകളെ പരിപാടിക്കൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോ എന്ത് രസമായിരിക്കും എന്നറിയാം. മുന്നോട്ട് നോക്കുമ്പോ കാണാൻ എല്ലാവരും നല്ല വസ്ത്രധാരണം നടത്തി നല്ല വൃത്തിയായിട്ടാണ് വരിക. സ്ത്രീകള് ശരിക്കും പിന്നെ സ്ത്രീകളാണ് ഏറ്റവും അധികം വസ്ത്രധാരണത്തിൽ നിയന്ത്രിക്കപ്പെടുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവര് അത് പാടില്ല, ഇത് പാടില്ല, പിന്നെ അങ്ങനെ. അപ്പൊ അത് എപ്പോഴും എന്താ വെച്ചാൽ അത് ഇന്ന വേഷം ഇട്ടുണ്ടെ ബോയ്സ് പ്രകോപിതരാവും, പെൺകുട്ടികൾ ആ വേഷം ഇടരുത്, പിന്നെ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ദില്ലിയിലെ പെൺകുട്ടിയെ എത്ര അന്തസ്സായിട്ടാണ് ആ കുട്ടി വേഷധാരണം ചെയ്തത്. ആ കുട്ടി കൂട്ടബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടൊരു കുട്ടിയല്ലേ. നമ്മളെയൊക്കെ മനസ്സിൽ മുറിവായിട്ടുള്ളൊരു അനുഭവമാണത്. അതൊന്നും വസ്ത്രധാരണം കൊണ്ടല്ല. പക്ഷെ പെൺകുട്ടികൾ തന്നെ തീരുമാനിക്കുക നമ്മൾ ഇങ്ങനെ വേഷം ഇടാൻ പാടുണ്ടോ, അത് നല്ലതാണോ. പിന്നെ അങ്ങനെ ഷോർട്ടായിട്ടുള്ള ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ട് ഒക്കെ നടക്കുന്ന കുട്ടികളുണ്ട്. ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ നമുക്കൊരു തെറ്റായിട്ട് തോന്നൂല. കാരണം ആ കുട്ടികളെ കൾച്ചറാണത്. വിദേശത്തൊക്കെ പോകുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ സ്ത്രീകൾക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു വിലക്ക് എന്ന് എനിക്കറിയുന്നില്ല. അപ്പൊ മനുഷ്യന്റെ ചിന്ത പിന്നെ എങ്ങനെ വസ്ത്രവുമായിട്ട് ബന്ധപ്പെടുന്നു, പുരുഷന്മാരൊക്കെ എങ്ങനെ പെരുമാറുന്നു. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വസ്ത്രധാരണം ബാലൻസ് ചെയ്യണം അല്ലെ. നമ്മൾ ബാലൻസ് ചെയ്യാന്നുള്ളതാണ് ആവശ്യം. പെൺകുട്ടികൾ ഇന്ന വസ്ത്രധാരണം കഴിക്കുന്നത് നല്ലതല്ല. പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ പറ്റില്ല. ബാംഗ്ലൂരാണെങ്കിൽ എനിക്കിടാം ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള ടോപ്പ് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ഒരു ട്രൗസർ ഇട്ടിട്ട് എനിക്ക് ബാംഗ്ലൂർ നടക്കാം. പക്ഷെ കേരളത്തിൽ പറ്റില്ല. അത് കുട്ടികൾക്ക് മനസ്സിലാക്കി അവര് പെരുമാറുന്നതാണ് അവരുടേത് സ്വാതന്ത്ര്യം. അപ്പൊ എന്ത് ഇവിടെയും ചെയ്യാന്നുള്ളതല്ല സ്വാതന്ത്ര്യം. അവരത് ബാലൻസ് ചെയ്ത് പോവാൻ അവർ ശ്രമിക്കുക. ഓരോ സാഹചര്യത്തിലും നമ്മൾ ഓരോ ഡ്രസ്സാണ് അല്ലെ. ഇപ്പൊ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ ഇടുന്ന ഒരു വേഷം ഉണ്ട് അല്ലെ. അമ്പലത്തിൽ പോകുമ്പോൾ വേറൊരു വേഷം, കല്യാണത്തിന് പോകുമ്പോൾ വേറൊരു വേഷം, ഷോപ്പിങ്ങിന് പോകുമ്പോൾ വേറൊരു വേഷം, പിന്നെ ടൂറിന് പോകുമ്പോൾ വേറൊരു വേഷം. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരോ വേഷം ഓരോരോ ഉചിതമായ രീതിയിൽ നമ്മൾ തിരഞ്ഞെടുക്കും അല്ലെ. അമ്പലത്തിൽ പോകുമ്പോൾ ഇപ്പൊ ജീൻസും ടോപ്പ് ഇട്ടിട്ട് പോകാൻ പറ്റും. അതേപോലെ കല്യാണത്തിന് ലേഡീസിനൊക്കെ ഇപ്പം ചൂടിദാർ ഇട്ടിട്ടൊന്നല്ലോ, നല്ല സിൽക്ക് സാരി എടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ സ്ത്രീകൾ പോവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൺടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വസ്ത്രധാരണം നടത്താൻ. ആ വസ്ത്രധാരണം നടത്തുന്നത് മറ്റുള്ളവരെ നമ്മൾ പിന്നെ അതിന് ക്രിട്ടിസൈസ് ചെയ്യല്ല, അവരെ ബഹുമാനിക്കണം. കാരണം സോഷ്യൽ മീഡിയയിൽ
ഫാഷൻ റീൽസൊക്കെ കണ്ടിട്ട് പെൺകുട്ടികൾ പ്രകോപിതരാവാറുണ്ട് ട്ടോ. കാരണം ഇതില് കാണുന്ന ഡ്രസ്സ് അവർക്ക് വേണം എന്ന് പറഞ്ഞ വീട്ടിൽ ശല്യം പിടിക്കുക. അവർക്ക് റീൽസ് ഉണ്ടാക്കണമെങ്കിൽ. റീൽസ് ഉണ്ടാക്കുമ്പോൾ നല്ല നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പെൺകുട്ടികൾ ഇങ്ങനെ സ്ത്രീകളൊക്കെ നല്ല സാരികൾ ഇട്ടിട്ടും നല്ല സാരീന്റെ പരസ്യം കാണിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതൊക്കെ വേണം തോന്നൂല്ലേ? എല്ലാം വാങ്ങിക്കണം. ഓൺലൈനിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അതിന് ഈ ഓൺലൈനിൽ സാധനം വാങ്ങാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ അല്ലേ? അതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയില് നമ്മള് നമ്മുടെ ധനസ്ഥിതി അനുസരിച്ചിട്ട് വസ്ത്രം വാങ്ങുക. അത് വൃത്തിയായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓരോരോ ഇപ്പം മീറ്റിങ്ങിന് പോകുമ്പോൾ ഒന്ന്, അതേപോലെ നമ്മള് ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ വേറൊരു വേഷം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മള് മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ വിചാരിക്കരുത്. നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ വേറൊരു സ്ത്രീ ഇപ്പം ഇഷ്ടംപോലെ സിൽക്ക് സാരികൾ വാങ്ങി ഉടുക്കുന്നു. 15ഉം 20ഉം ആയിരത്തിന്റെ സാരി വാങ്ങി ഉടുക്കുന്നു. അതിന് മാത്രം അവരെ കാണാനും ഭംഗിയുണ്ടാവും, അവരുടെ വേഷവും ഭംഗിയുണ്ടാവും, അവരുടെ ഗെറ്റപ്പും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് കണ്ടിട്ട് ഞാൻ അതുപോലെ വാങ്ങണം എന്ന് വെച്ചാൽ നടക്കുമോ? എനിക്കിപ്പോ അതുപോലെ എല്ലാ ദിവസവും സിൽക്ക് സാരി 15ഉം 20ഉം ആയിരത്തിന്റെ ഉടുത്ത് നടക്കാൻ പറ്റും? അതെനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുമോ? അതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വസ്ത്രം ഞാൻ ഹിന്ദിയിൽ ഒരു സിനിമ കണ്ടിട്ടുണ്ട്. ഒരു സ്ത്രീ ഇതേപോലെ വീട്ടിലേക്ക് ഇങ്ങനെ സിൽക്ക് സാരി കൊണ്ടുവരുമ്പോ ഇവര് വാങ്ങിക്കൂട്ടി അങ്ങനെ ഇവര് പ്രോപ്പറായിട്ട് അവരെ വീട് വരെ വിൽക്കേണ്ടി വരികയാണ്. അത്രയും വലിയ അവസ്ഥയിൽ എത്തിപ്പോവാണ്. അപ്പൊ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് ആളുകൾ പറയും അത് പാടില്ല അത് പാടില്ല എന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടികളുടെ അടുത്ത് ചിലപ്പോൾ പ്രശ്നമാവും. പക്ഷെ പിന്നെ നമ്മൾ ഈ സ്ലീവ്ലെസ് ഷോർട്ട് ടോപ്പ് ഇതൊക്കെ ഇട്ടിട്ട് മകള് പോകുമ്പോൾ അച്ഛനും അമ്മയും ഭയങ്കര വിഷമായിരിക്കും. അപ്പം ഞാൻ ഓസ്ട്രേലിയയില് ആദ്യമായിട്ട് പോയ സമയത്ത് ചൂട് കാലായിരുന്നു ട്ടോ. അപ്പൊ ഞാൻ അവിടെ വിമാനം ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ കണ്ട പെൺകുട്ടികളെ അതിശയിച്ചു പോകും. അവര് ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഒരു ടോപ്പ്, ഈ തൈസിന്റെ ഒക്കെ മേലെ കിടക്കുന്ന ഒരു ട്രൗസർ, അതേപോലെ ഷോർട്ടായിട്ടുള്ള ടോപ്പ്, മുൻവശമൊക്കെ ഓപ്പൺ ആയി കിടക്കുക. അപ്പൊ ഇതൊക്കെ നോക്കി നടക്കാൻ ആരും ഇല്ല അവിടെ. ആരും ആരെയും നോക്കുന്നില്ല. അവനവന് ചൂട് കാലത്ത് ചൂട് കാറ്റ് കയറുന്ന മരത്തിലുള്ള ഡ്രസ്സ് ഇട്ട് നടക്കുകയാണ് അവര്. ആൺകുട്ടികൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് നമ്മളെ കേരളാണെങ്കിലോ ആൾക്കാര് ആ പെൺകുട്ടീന്റെ മേലേന്ന് കണ്ണെടുക്കൂല. അങ്ങനത്തെ നോട്ടായിരിക്കും. പക്ഷെ അവരൊന്നും ആരും ആരെയും നോക്കൂല. ഞാൻ തന്നെ അറിയാതെ നോക്കിപ്പോവും ഈ പെൺകുട്ടീന്റെ വേഷം. അങ്ങനെ ചൂടുകാലാണെങ്കിൽ അങ്ങനെ, തണുപ്പ് കാലാണെങ്കിൽ അവര് ഫുള്ള് കവർ ചെയ്യുന്ന ഡ്രസ്സ്, അങ്ങനെയാണ് അവരുടെ വസ്ത്രധാരണം. അപ്പൊ അതെന്താ വെച്ചാല് അത് കാലാവസ്ഥയ്ക്കും പിന്നെ അതേപോലെ ഓരോ അവസരത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് അവരവിടെ വേഷധാരണം ചെയ്യുന്നത്. ഇപ്പൊ തണുപ്പ് കാലത്ത് ഫുള്ള് ഡ്രസ്സ് ഇടും. അപ്പൊ അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് അല്ലാത്തപ്പോൾ ഇടുന്നത്. അപ്പൊ ഈ കംഫർട്ട് ഡ്രസ്സ് ഇടുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ഇഷ്ടത്തിന് നമ്മള് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. വില കൂടിയത് വേണമെന്നില്ല. ഉള്ള വസ്ത്രം ഭംഗിയായിട്ട് ധരിക്കാന്ന് ആരും ആരെയും വിമർശിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ പ്രിയരെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ട്ടോ.